സത്യൻ സാറിനോട് ദാമോദരൻ സാറിനൊക്കെ ഏത് പാട്ടാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എന്തായാലും എല്ലാം എന്നുള്ള ഉത്തരത്തിലേക്ക് ആയിരിക്കില്ലേ പോവുക? അങ്ങനെ എല്ലാരും പറയാൻ പറ്റില്ലല്ലോ. ജോൺസൺ എല്ലാമാണ്. അതെ അതെ. എനിക്ക് ഞാൻ ജോൺസൺ കമ്പോസിങ്ങിന് വരുമ്പോൾ എന്നും നമ്മുടെ പാട്ട് തുടങ്ങണൊക്കെ മുമ്പ് പാടിപ്പിക്കുന്ന 2 പാട്ടുകളുണ്ട്. ഞാൻ പറയും ജോൺസ അനുരാഗിണി ഒന്ന് പാട്. അപ്പോൾ പുള്ളി ഇയാൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അനുരാഗിണി പാടും. അത് കഴിഞ്ഞ് അടുത്തത് ഞാൻ പറഞ്ഞേക്കാൻ മുമ്പ് എന്നെ പുള്ളി പറയും അത് ഗോപികയാണ്. ഈ 2 സോങ്ങും ഞാനൊരു മൂഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാറ്റത്തെ കിളിക്കൂടും കാറ്റത്തെ കിളിക്കൂടും എന്റെ അനുരാഗിണി എന്നുള്ള ജോഷിയുടെ പടത്തില് ഒരു കുടക്കീഴിൽ ഒരു കിടക്കയിൽ അത് അപാരമായ ഹാർട്ടിലേക്ക് എത്തുന്ന അതിമനോഹരമായ ലിറിക്സുമാണ്. പൂച്ചൽ ഖാദറിന്റെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വല്ലാത്ത മൂഡ് ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഞാൻ ജോൺസന്റെ ശബ്ദത്തിൽ പാടി കേൾക്കാൻ ഈ നമുക്ക് പാടി കേൾക്കാനേ ജോൺസന്റെ ശബ്ദത്തിൽ പാടി കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഭാവം ഉണ്ടോ അതില്. ജോൺസൺ പാടി കൊടുക്കുമ്പോ നമ്മൾ കമ്പോസ് ചെയ്തിട്ട് പാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ മിക്കവാറും നമ്മളത് കേൾക്കുമ്പോൾ ജോൺസൺ തന്നെ പറയാറുണ്ട് ഒരു 40% പാടി കിട്ടിയാൽ രക്ഷപ്പെട്ടു. അദ്ദേഹം ഡയറക്ടർ പാടുന്ന ഭാവം നമ്മുടെ റീ റെക്കോർഡിങ്ങിനൊക്കെ ഒരു ഇൻസ്ട്രുമെന്റിനും അങ്ങനെ കിട്ടി കേൾക്കത്തില്ല. എപ്പോഴും മ്യൂസിക് ഡയറക്ടർ പാടി കേൾക്കുന്നത് നമ്മൾ ആ ഒരു ഫീല് നമുക്ക് എപ്പോഴും അതിന്റെ പകുതി ഓടടുത്തേ നമുക്ക് ചിലപ്പം ഗായകരിൽ നിന്ന് കിട്ടത്തുള്ളൂ. പാടി കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ ജോൺസൺ. ഇപ്പോഴത്തെ പലർക്കും പാടി കൊടുക്കാൻ അറിയില്ല. പഴയ പാട്ടുകള് ബാബുരാജിന്റെ പാട്ടുകളൊക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടുന്നുണ്ട്. രസമാണ് ആ ഒരു പുഷ്പം. അല്ല മറ്റത് റിയൽ ആയിട്ടുള്ളത് ഗംഭീരമാണ്. പക്ഷെ ഒരു മ്യൂസിക് ഡയറക്ടർ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്വരം മുഴുവൻ കിട്ടില്ല കേട്ടോ. ജോൺസൺ അതില് വല്ലാത്ത അനുരാഗിണി അനുരാഗിണി ജോൺസൺ മുന്നിരുന്ന് പാടുന്ന പോലെ ഫീൽ ചെയ്തു.